Chapter 8 Gravitation Part 1 Newton's Law of Gravitation. Every body in the universe attracts every other body with a force which is directly proportional to product of the masses and inversely proportional to square of the distance between them. Every body in the universe attracts every other body. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് with a force which is directly proportional to product of the masses. ആ ഫോഴ്സ് എങ്ങനെയാണ്? It is directly proportional to product of masses. മാസസിന്റെ പ്രൊഡക്റ്റിന് directly proportional ആണ് and inversely proportional to square of the distance. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് മാസസ് m1 m2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം F പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r സ്ക്വയർ എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് g ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ F is equal to g m1 m2 by r സ്ക്വയർ. ഇതിൽ g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിന്റെ റേഡിയസ് r ആണ്. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. അതിന്റെ മാസ് m ആണ്. അതുപോലെ തന്നെ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഇനി ആ ബോഡിയും എർത്തും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F is equal to, നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാം. F is equal to g m1 m2 by r സ്ക്വയർ. ഈ കേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഫിനെ നമുക്ക് mg എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ m1 m2 പകരം ക്യാപിറ്റൽ M into സ്മോൾ m ഡിവൈഡഡ് ബൈ സ്മോൾ r സ്ക്വയറിന് പകരം ക്യാപിറ്റൽ R സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്ന് സ്മോൾ m നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടി. സ്മോൾ g is equal to ക്യാപിറ്റൽ gm by r സ്ക്വയർ. ഇതിൽ നിന്ന് മാസ് ഓഫ് എർത്തിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്താം. മാസ് m is equal to gr സ്ക്വയർ ബൈ g. m മാസ് ഓഫ് എർത്ത് ആണ്, r റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഇനി വേരിയേഷൻ ഓഫ് g വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ജിയിൽ എന്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് മാറ്റാണ് വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിന്റെ മാസ് m ആണ്, റേഡിയസ് r ആണ്. h ഹൈറ്റിലായിട്ട് നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ആ ബോഡിയുടെ മാസ് എത്രയാണ്? m ആണ്. ഇനി ഈ ബോഡിയും അതുപോലെ തന്നെ എർത്തും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നോക്കാം. F is equal to g into രണ്ട് ബോഡിയുടെ മാസ് m into m ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? r plus h ആണ്. അപ്പോൾ r plus h ഹോൾ സ്ക്വയർ. ഇനി എഫിന് പകരം നമുക്ക് mg ഡാഷ് എന്ന് കൊടുക്കാം. ഇത് g ഡാഷ് എന്ന് പറയുന്നത് ഈ m എന്ന പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായി? mg ഡാഷ് ഇസ് ഈക്വൽ ടു gmm ബൈ r plus h ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്ന് m സ്മോൾ m കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാണ്? g ഡാഷ് ഇസ് ഈക്വൽ ടു gm ബൈ r plus h ഹോൾ സ്ക്വയർ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജിക്കുള്ള എക്സ്പ്രഷൻ g ഇസ് ഈക്വൽ ടു gm ബൈ r സ്ക്വയർ എന്ന്. അപ്പൊ ഈ ഇക്വേഷൻ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ g ഡാഷ് ബൈ g ഇസ് ഈക്വൽ ടു gm ബൈ r plus h ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ gm ബൈ r സ്ക്വയർ ആണ്. തലരിച്ചിട്ട് നമുക്ക് ഗുണിക്കാൻ പറ്റും. r സ്ക്വയർ ബൈ gm റെസിപ്രോക്കൽ ആയിട്ട് ഗുണിക്കാൻ പറ്റും. gm ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് r സ്ക്വയർ ബൈ r plus h ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് g ഡാഷ് ഇസ് ഈക്വൽ ടു ഈ സ്മോൾ g നേരെ അങ്ങോട്ട് കയറി മുകളിലേക്ക് കയറി. അപ്പൊ നമുക്കത് കിട്ടി gr സ്ക്വയർ ബൈ r plus h ഹോൾ സ്ക്വയർ. ഇതിനെ ഒന്ന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? g ഡാഷ് ഇസ് ഈക്വൽ ടു g into 1 minus 2h by r. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് വാല്യൂ ഓഫ് g ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത്. ഭൂമിയിൽ താഴ്ചയിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂയിൽ എന്താ വരിക എന്നുള്ളതാണ്. നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിന്റെ റേഡിയസ് r ആണ്. d താഴ്ചയിൽ ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. അതിന്റെ മാസ് m ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ റേഡിയസ് എന്ന് പറയുന്നത് r മൈനസ് d ആണ്. ആ r മൈനസ് d റേഡിയസ് ആയിട്ടുള്ള സ്ഫിയറിന്റെ മാസാണ് m ഡാഷ്. ഇനി ഈ m ഡാഷും m ഉം തമ്മിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ കാണുന്നത്. F is equal to mg dash is equal to gm dash m by r minus d whole square. ഇതില്
ജി ഡാഷ് എന്ന് പറയുന്നത് എം എന്ന സ്ഥലത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. രണ്ട് സൈഡിൽ നിന്ന് സ്മോൾ എം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. ഇനി എം ഡാഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർ മൈനസ് ഡി റേഡിയസ് ആയിട്ടുള്ള പോർഷന്റെ മാസ് ആണ്. മാസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഡി റേഡിയസ് ആയിട്ടുള്ള സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഹോൾ ക്യൂബ്. അതിന് ഡെൻസിറ്റി റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം ഡാഷിന്റെ വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ എം ഡാഷിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 4/3 പൈ ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഡിവൈഡഡ് ബൈ ഈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ അതുപോലെ എടുത്ത് എഴുതി. അപ്പോൾ ഒരു ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ഇവിടുത്തെ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയറും കട്ട് ചെയ്യും. പിന്നെ ഇവിടെ മുകളിൽ ആർ മൈനസ് ഡി മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളെ വാല്യൂ എന്തായിട്ട് മാറും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി ഇൻറ്റു റോ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇനി വെൻ ഡി ഇസ് ഈക്വൽ ടു 0, ഈ ഇക്വേഷനിൽ ഡിയുടെ വാല്യൂ 0 കൊടുക്കുക. ഡിയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ മാസ് എം എവിടെയാണ്? സർഫസിലാണ്. സർഫസിലാവുന്ന സമയത്ത് ജി ഡാഷ് എന്തിന് ഈക്വൽ ആണ്? ജിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ജി ഡാഷിന് പകരം ജി കൊടുത്തു ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ആർ എന്ന് കൊടുക്കുന്നു ഇൻറ്റു റോ. ഈ ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു അവിടെ ജി ഇൻറ്റു 4/3 പൈ രണ്ട് ടേമൊന്നും ക്യാൻസൽ ചെയ്ത് പോകും, റോയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നുള്ളത് ആർ മൈനസ് ഡി ബൈ ആർ ആണ്. ആർ മൈനസ് ഡി ബൈ ആർ എന്ന് പറഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്നാണ്. ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് ഡി ബൈ ആർ. ഇതിൽ നിന്ന് ജി ഡാഷിന്റെ വാല്യൂ കിട്ടി. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇവിടെ അതെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്? ഡിക്രീസസ് വിത്ത് ഡെപ്ത്. അറ്റ് സെന്റർ ഓഫ് എർത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത് ഒരു ഗ്രാഫാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ, ഇതാണ് ഈ വൈ ആക്സിസിലാണ്, ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലാണ് പറയുന്നത്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സെന്റർ ഓഫ് എർത്തിലെത്തുന്ന സമയത്ത് ജിയുടെ വാല്യൂ ഇവിടെ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് മാസിനെ ഒരു പോയിന്റിൽ കൊണ്ടുവരാൻ ചെയ്യപ്പെടുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഇസ് ഈക്വൽ ടു മൈനസ് ഈ ഇന്റഗ്രൽ ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ജി എം ബൈ ആർ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനുള്ള ഫോർമുല വി ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ.